വെൽക്കം ടു ദ ചാനൽ. മൈ ക്ലാസ് റൂമിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1-ൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ്. 9th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസിലെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചാപ്റ്റർ 1-ൽ മിഡീവൽ വേൾഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയെ പ്രധാനമായും 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. There are 3 periods in Indian history: ancient period, medieval period and modern period. The ancient period commences from origin of human beings and ends with the downfall of Western Roman Empire in 476 CE. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒറിജിൻ മുതൽ 476 CE വരെയുള്ള കാലഘട്ടം, വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അധപതനം വരെയുള്ള കാലഘട്ടം ആണ് ഏൻഷ്യൻ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അധപതനം വരെയുള്ള കാലഘട്ടമാണ് ഏൻഷ്യൻ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഏൻഷ്യൻ്റ് പീരീഡിനെ കുറിച്ചാണ് പഠിച്ചത്. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡൗൺഫോൾ മുതൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡൗൺഫോൾ വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. അതായത് 476 CE മുതൽ 1453 CE വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മോഡേൺ പീരീഡ് എന്താണെന്ന് നോക്കാം. മോഡേൺ പീരീഡ് ഈസ് ഫ്രം 1453 CE ഓൺവേർഡ്സ്. 1453 മുതലുള്ള കാലഘട്ടമാണ് ആധുനിക യുഗം അഥവാ മോഡേൺ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 3 കാലഘട്ടങ്ങളാണ് പഠിച്ചത്. ഹ്യൂമൻ ഒറിജിൻ മുതൽ പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ ഡൗൺഫോൾ വരെയുള്ള കാലഘട്ടമാണ് ഏൻഷ്യൻ പീരീഡ്, 476 CE വരെ. ഇനി 476 CE മുതൽ 1453 CE വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മിഡീവൽ പീരീഡിനെ കുറിച്ചാണ്. 1453 CEക്ക് ശേഷമുള്ള കാലഘട്ടമാണ് മോഡേൺ പീരീഡ് എന്നറിയപ്പെടുന്നത്. മിഡീവൽ വേൾഡിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ദ പീരീഡ് ബിറ്റ്വീൻ 5th and 15th centuries. 476 CE മുതൽ 1453 CE വരെയാണെന്ന് പറഞ്ഞു. അതായത് 5th century മുതൽ 15th century വരെയുള്ള കാലഘട്ടം, അതാണ് മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മിഡീവൽ വേൾഡ്, മധ്യകാലഘട്ടം. CE ഈസ് നോൺ ആസ് ദ മിഡീവൽ പീരീഡ്. ബട്ട് ദ ടേം മിഡീവൽ പീരീഡ് ഡസ് നോട്ട് റെഫർ ടു ദ സെയിം പീരീഡ് ഓൾ ഓവർ ദ വേൾഡ്. ഈവൻ ദോ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് മിഡീവൽ വേൾഡ് വാസ് സിമിലർ, ദർ were differences in the forms of authority and they were different in Europe, Asia, Africa and America during the മിഡീവൽ വേൾഡ്. മധ്യകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്: പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് മിഡീവൽ വേൾഡ് വാസ് സിമിലർ. സെക്കൻഡ് വൺ, ദർ വാസ് ഡിഫറൻസ് ഇൻ ദ ഫോംസ് ഓഫ് അതോറിറ്റി. ദെൻ മാസീവ് ഡെവലപ്മെൻറ്റ് ഇൻ സിവിലൈസേഷൻ. പൊളിറ്റിക്കൽ സ്ട്രക്ചർ എല്ലായിടത്തും ഒരുപോലെയായിരുന്നു. ബട്ട് ദർ വാസ് ഡിഫറൻസ് ഇൻ ദ ഫോംസ് ഓഫ് അതോറിറ്റി. അധികാര രൂപങ്ങളിലാണ് വ്യത്യാസമുണ്ടായിരുന്നത്. മാസീവ് ഡെവലപ്മെൻറ്റ് ഇൻ സിവിലൈസേഷൻ. ഇവയാണ് മെഡീവൽ പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ഏൻഷ്യൻ്റ് എംപയർ. ഏറ്റവും വലിയ പ്രാചീന സാമ്രാജ്യമാണ് റോമൻ എംപയർ. For administrative convenience, the Roman Emperor Diocletian divided the empire into 2 in the 4th century CE. 4th centuryയിൽ റോമൻ എംപററായ ഡയോക്ലീഷ്യനാണ് റോമൻ എംപയറിനെ, റോമൻ സാമ്രാജ്യത്തെ 2ആയി വിഭജിച്ചത്. Thus there emerged 2 Roman empires, Western Roman Empire with the capital at Rome and the Eastern Roman Empire with its capital at Constantinople, earlier known as ബൈസാൻഡിയം. അപ്പോൾ റോമൻ എംപയറിനെ ഡയോക്ലീഷ്യൻ 2ആയി വിഭജിച്ചു. ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും മറ്റൊന്ന് ഈസ്റ്റേൺ റോമൻ എംപയറും.
പശ്ചിമ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവും. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമും ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിളുമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരാണ് ബൈസാൻഡിയം. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ഏർലിയർ നോൺ ആസ് ബൈസാൻഡിയം. ഹെൻസ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കോൾഡ് ബൈസാൻഡിയൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്ന് പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പഴയ പേരായിരുന്നു ബൈസാൻഡിയം. അതുകൊണ്ട് ഈ ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻഡിയൻ എംപയർ എന്നും അറിയപ്പെടുന്നു. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നോക്കാം. മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും ഇടയിലുള്ള ബോസ്ഫോറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്തിരുന്നത്. ദിസ് സിറ്റി വാസ് നെയ്മഡ് ആഫ്റ്റർ ദ റോമൻ എംപയർ കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പേരിൽ നിന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് വന്നത്. ഇറ്റ് റിമെയിൻഡ് ആസ് ദ ക്യാപിറ്റൽ സിറ്റി ഈവൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഓട്ടോമൻ ടർക്സ്. ഓട്ടോമൻ ടർക്സിൻ്റെ കാലത്തും കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെയായിരുന്നു ക്യാപിറ്റലായിരുന്നത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അറ്റ് പ്രസൻറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ബൈ ദ നെയിം ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ. അപ്പോൾ പഴയ പേര് ബൈസാൻഡിയം എന്നായിരുന്നു. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടത് ഇസ്താംബുൾ എന്ന പേരിലാണ്. ഇനി ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലെ, അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ ആയിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും ഫേമസ് ആയ എംപറർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിൽ ഡ്യൂറൻറ്റിൻ്റെ വാക്കുകളാണ് ഇവ. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദ വാർസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. ചരിത്രം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങളെ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളെ പ്രതി അദ്ദേഹത്തെ ഓർത്തിരിക്കുകയും ചെയ്യും. ഇവ ചരിത്രകാരനായ വിൽ ഡ്യൂറൻറ്റിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ്. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. അതായത് ഈസ്റ്റേൺ റോമൻ എംപയറിലെ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ്റെ ലോയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നത്. റോമൻ നിയമങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ രൂപം കൊടുത്ത നിയമസംഹിതയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന് അറിയപ്പെടുന്നത്. ഈ നിയമസംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് പല ചക്രവർത്തിമാരും തങ്ങളുടെ നിയമസംഹിതകൾ രൂപം കൊടുത്തത്. പ്രധാനമായും ഫ്രഞ്ച് റൂളറായിരുന്ന നെപ്പോളിയൻ ചക്രവർത്തിയുടെ നിയമസംഹിതയുടെ അടിസ്ഥാനവും ജസ്റ്റീനിയൻ്റെ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന നിയമസംഹിത തന്നെയാണ്. ജസ്റ്റീനിയൻസ് കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജസ്റ്റീനിയൻ തൻ്റെ നിയമസംഹിത രൂപീകരിച്ചത്. റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. യുക്തിചിന്ത, നീതി, ഔദാര്യം എന്നീ 3 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് ജസ്റ്റീനിയൻ ലോസ് കോഡിഫൈ ചെയ്തത്. കോർപ്പസ് ജൂറിസ് സിവിലിസിൻ്റെ 3 പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ദ കോഡ്, ദ ഡൈജസ്റ്റ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന നിയമസംഹിതയുടെ പ്രധാന ഭാഗങ്ങളാണ് ദ കോഡ്, ദ ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോഡ് എന്നത് ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമൻ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ദ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഡൈജസ്റ്റ് എന്താണെന്ന് നോക്കാം. ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻസ് ഓഫ് ദ ജൂറിസ്റ്റ് റിഗാർഡിംഗ് ദ ലോസ്. ഈ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് ഡൈജസ്റ്റിൽ ഉൾപ്പെടുന്നത്. എ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നത് നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇവ 3 കോർപ്പസ് ജൂറിസ് സിവിലിസിൻ്റെ 3 വിഭാഗങ്ങൾ. പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഫേമസ് ആയിട്ടുള്ള ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ്റെ നിയമസംഹിത അല്ലെങ്കിൽ കോഡ് ഓഫ് ലോയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഇവ എന്ത് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി.
The three parts of corpus juris civilis are the code, the digest and institutes. കോഡ് എന്നത് റോമൻ നിയമങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകവും ഡൈജസ്റ്റ് എന്നത് നിയമങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരുടെ ജൂറിസ്റ്റിൻ്റെ അഭിപ്രായങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് എ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോയുമാണ്. The Eastern Roman Empire began to decline after Justinian. ജസ്റ്റീനിയൻ്റെ ഭരണത്തിന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ നശിക്കാൻ തുടങ്ങി. ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യം നശിക്കാൻ തുടങ്ങി. ഇറ്റ് കൊളാപ്സ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ 15th century. 15th centuryയിൽ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ, കോൺസ്റ്റാന്റിനോപ്പിളാണ് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെയാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം അവസാനിച്ചത്. ഇനി ഹോളി റോമൻ എംപയർ എന്താണെന്ന് നോക്കാം. ഈ വെസ്റ്റേൺ റോമൻ എംപയർ തന്നെയാണ് ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഡയോക്ലീഷ്യൻ റോമൻ എംപയറിനെ രണ്ടായിട്ടാണ് തിരിച്ചത്, വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനം റോമായിരുന്നു. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമായിരുന്നു. The Western Roman Empire with its capital at Rome came to an end due to the continuous invasions of Germanic tribes. ജർമ്മനിയിലെ വിവിധ ഗോത്രവർഗക്കാരുടെ അറ്റാക്സ് മൂലം, കടന്നുകയറ്റം മൂലമാണ് വെസ്റ്റേൺ റോമൻ എംപയർ നശിക്കാൻ കാരണമായത്. The territories of the Roman Empire were captured by different nomadic trades. റോമൻ സാമ്രാജ്യത്തിലെ പല പ്രദേശങ്ങളും ഈ ജർമേനിക് ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ദ മോസ്റ്റ് പ്രൊമിനൻ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. അതിൽ പ്രധാനപ്പെട്ട പ്രൊമിനൻ്റ് ആയ ഒരു ട്രൈബാണ് ഫ്രാങ്ക്സ്. ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക് വാസ് ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്ക്സ് രൂപീകരിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യമെന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫ്രാങ്കിഷ് എംപയറിലെ പ്രധാനപ്പെട്ട എംപറർ ആയിരുന്നു ഷാലമീൻ. ഷാലമീൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫേമസ് ഫ്രാങ്കിഷ് എംപയർ ആയിരുന്നു ഷാലമീൻ ഓഫ് കരോലിഞ്ചൻ ഡൈനസ്റ്റി. അതായത് ഈ ഫ്രാങ്കിഷ് എംപയറിൽ തന്നെ പല ഡൈനസ്റ്റീസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കരോലിഞ്ചിയൻ ഡൈനസ്റ്റി. ഷാലമീൻ കരോലിഞ്ചിയൻ ഡൈനസ്റ്റിയിലെ എംപറർ ആയിരുന്നു. ദ എംപയർ ഓഫ് ഷാലമീൻ വാസ് ലാർജർ ദാൻ ദി Eastern Roman Empire. Charlemagne saved Pope Leo III, the spiritual head of Catholic Church, from the tribal attack of Lombards. As a token of gratitude, the Pope crowned him as the Holy Roman Empire. നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റേൺ റോമൻ എംപയറിനെ പല ജർമേനിക് ട്രൈബ്സും അറ്റാക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഷാലമീനാണ് പോപ്പ് ലിയോ തേർഡിനെ ലൊംബേർഡ്സിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചത്. അതിന് പ്രത്യുപകാരമായിട്ടാണ് പോപ്പ് ലിയോ തേർഡ് ഷാലമീനെ ഹോളി റോമൻ എംപററായിട്ട് അവരോധിച്ചത്. ഹെൻസ് ദിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ഹോളി റോമൻ എംപയർ. അതുകൊണ്ടാണ് വെസ്റ്റേൺ റോമൻ എംപയർ ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെടുന്നത്. അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, വൈ വെസ്റ്റേൺ റോമൻ എംപയർ ഈസ് ഓൾസോ നോൺ ആസ് ഹോളി റോമൻ എംപയർ? ഷാലമീൻ പോപ്പ് ലിയോ തേർഡിനെ ലൊംബേർഡ്സിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചതിന് പ്രത്യുപകാരമായി പോപ്പ് അദ്ദേഹത്തെ ഹോളി റോമൻ എംപററായി അവരോധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വെസ്റ്റേൺ റോമൻ എംപയർ പിന്നീട് ഹോളി റോമൻ എംപയർ എന്ന് അറിയപ്പെട്ടത്. ഷാലമീൻ്റെ ഭരണകാലം നോക്കാം. ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് all of the Western European regions under his sway. He expanded his empire through political alliances and matrimonial relations. അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചത് എങ്ങനെയായിരുന്നു? പൊളിറ്റിക്കൽ അലയൻസസ്, രാഷ്ട്രീയപരമായ ബന്ധങ്ങളിലൂടെയും, മാട്രിമോണിയൽ റിലേഷൻസ്, വൈവാഹിക ബന്ധങ്ങളിലൂടെയുമായിരുന്നു. He introduced centralized administration in his empire. കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം കൊണ്ടുവന്നു.
Local administration was entrusted to officers known as counts. തദ്ദേശീയമായ അഡ്മിനിസ്ട്രേഷൻ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? കൗണ്ട്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഓഫീസേഴ്സിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. To keep an effective check upon the activities of the counts, he created a secret department named Mickey Dominici. അതായത് ഈ കൗണ്ട്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏർപ്പെടുത്തിയിരുന്നു. ഈ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് മിക്കി ഡൊമിനിസി എന്ന പേരിൽ അറിയപ്പെട്ടത്. റിലീഫ് ഫണ്ട്സ് were created for helping the poor. A network of educational institutions was established under the leadership of Charlemagne. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. The resultant intellectual awakening is known as Carolingian Renaissance. ഇതിൻ്റെ ഫലമായുണ്ടായ വിദ്യാഭ്യാസപരമായ ഉണർവിനെയാണ് കരോളിഞ്ചിയൻ റിനേസൻസ് എന്ന് വിളിക്കുന്നത്. കരോളിഞ്ചിയൻ നവോത്ഥാനം അഥവാ കരോളിഞ്ചിയൻ റിനേസൻസ് എന്ന് അറിയപ്പെടുന്നത്. With the death of Charlemagne, the Frankish Empire was divided and gradually collapsed. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ, ഷാലമീൻ്റെ മരണത്തോടെയാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം നശിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. വെസ്റ്റേൺ റോമൻ എംപയർ ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെടുന്നു. റോമൻ ടെറിട്ടറീസ് ജർമേനിക് ട്രൈബ്സ് ആക്രമിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ട്രൈബാണ് ഫ്രാങ്ക്സ്. അവരുടെ എംപയറാണ് ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെടുന്നത്. ഫ്രാങ്കിഷ് എംപയറിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയായിരുന്നു കരോളിഞ്ചിയൻ ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ട ഷാലമീൻ. അദ്ദേഹത്തെ പോപ്പ് ലിയോ III ആണ് ഹോളി റോമൻ എംപററായി അവരോധിച്ചത്. അതുകൊണ്ട് വെസ്റ്റേൺ റോമൻ എംപയർ ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെടുന്നു. ഷാലമീൻ വളരെ നല്ലൊരു കോൺകററും എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പൊളിറ്റിക്കൽ അലയൻസസിലും മാട്രിമോണിയൽ റിലേഷൻസും വഴി അദ്ദേഹം തൻ്റെ രാജ്യം വിസ്തൃതമാക്കി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഓഫീസേഴ്സാണ് കൗണ്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൗണ്ട്സിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനുള്ള രഹസ്യ ഡിപ്പാർട്ട്മെൻറ്റാണ് മിക്കി ഡൊമിനിസി എന്ന പേരിൽ അറിയപ്പെട്ടത്. ദരിദ്രർക്ക് വേണ്ടി റിലീഫ് ഫണ്ട്സ് ക്രിയേറ്റ് ചെയ്തു. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചു. തൽഫലമായി ഉണ്ടായ വിദ്യാഭ്യാസപരമായ ഉണർവാണ് കരോലിഞ്ചിയൻ റിനേസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഫ്രാങ്കിഷ് സാമ്രാജ്യം ഷാലമീൻ്റെ മരണത്തോടെ അധംപതിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. വേൾഡ് ഹിസ്റ്ററിയെ 3ആയി തിരിച്ചിരിക്കുന്നു: ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. ഹ്യൂമൻ ഒറിജിൻ മുതൽ 476 CE വരെയുള്ള കാലഘട്ടമാണ് ഏൻഷ്യൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. 476 CE മുതൽ 1453 CE വരെയുള്ള കാലഘട്ടം മിഡീവൽ വേൾഡ് അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നു. അതായത് 5th സെഞ്ച്വറി മുതൽ 15th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. 1453 ശേഷമാണ് മോഡേൺ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. മിഡീവൽ വേൾഡിലെ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ എംപയറിനെ ഭരണസൗകര്യത്തിനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തി 2ആയി വിഭജിച്ചു: ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനേപ്പിളും വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമുമായിരുന്നു. കോൺസ്റ്റാന്റിനേപ്പിളിൻ്റെ പഴയ പേരായിരുന്നു ബൈസാൻഡിയം. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാൻഡിയൻ എംപയർ എന്നും അറിയപ്പെടുന്നു. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമായിരുന്നു. കോൺസ്റ്റാന്റിനേപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ. ഈസ്റ്റേൺ റോമൻ എംപയറിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് ലോയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നറിയപ്പെടുന്നത്. 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു: റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ജസ്റ്റീനിയൻസ് കോഡ് ഓഫ് ലോ ഓൾസോ സെർവ്ഡ് ആസ് ദ ബേസ് ഓഫ് കോഡ് ഓഫ് ലോ ഓഫ് ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഫ്രഞ്ച് റൂളറായ നെപ്പോളിയനും തൻ്റെ നിയമസംഹിതയ്ക്ക് രൂപം കൊടുത്തത്.
കോർപ്പസ് ജൂറിസ് സിവിലിസിൻ്റെ 3 ഭാഗങ്ങളാണ് ദ കോഡ്, ദ ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഈസ്റ്റേൺ റോമൻ എംപയർ ജസ്റ്റീനിയൻ്റെ ഭരണത്തിന് ശേഷം അധപ്പതിക്കാൻ തുടങ്ങി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യം അവസാനിച്ചു. ഇനി വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോം ആയിരുന്നു. ഇറ്റ് കെയിം ടു ആൻ എൻഡ് ബൈ ദ കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ജർമാനിക് ട്രൈബ്സ്. ഈ ജർമാനിക് ട്രൈബ്സിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഫ്രാങ്ക്സ്. ഫ്രാങ്ക്സിൻ്റെ സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെട്ടത്. പ്രധാനപ്പെട്ട ഫ്രാങ്കിഷ് എംപയർ ആയിരുന്നു ഷാലമീൻ. അദ്ദേഹം കരോളിഞ്ചിയൻ ഡൈനസ്റ്റിയിൽ നിന്നായിരുന്നു. അടുത്തത്, ഹൗ ഡിഡ് ദ വെസ്റ്റേൺ റോമൻ എംപയർ ബിക്കെയിം ഹോളി റോമൻ എംപയർ? ഷാലമീൻ പോപ്പ് ലിയോ III ട്രൈബൽ അറ്റാക്സിൽ നിന്നും രക്ഷിച്ചു. അതിൻ്റെ പ്രത്യുപകാരമായി പോപ്പ് അദ്ദേഹത്തെ ഹോളി റോമൻ എംപററായി അവരോധിച്ചു. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ റോമൻ എംപയർ ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഷാലമീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി വാസ് എ ഗ്രേറ്റ് കോൺകറർ, അഡ്മിനിസ്ട്രേറ്റർ. ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. കേന്ദ്രീകൃത ഭരണസമ്പ്രദായം കൊണ്ടുവന്നു. കൗൺസ്, മിക്കി ഡൊമിനിസി എന്നിവ എന്താണെന്ന് ഓർത്തിരിക്കുക. ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള ഓഫീസേഴ്സ് ആയിരുന്നു കൗൺസ്. കൗൺസിൻ്റെ പ്രവർത്തനങ്ങൾ ചെക്ക് ചെയ്യാനുള്ള രഹസ്യ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു മിക്കി ഡൊമിനിസി. ദരിദ്രർക്ക് വേണ്ടി റിലീഫ് ഫണ്ട്സ് കൊണ്ടുവന്നു. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായുണ്ടായ വിദ്യാഭ്യാസപരമായ അവേക്കനിങ് ആണ് കരോലിഞ്ചിയൻ റിനേസൻസ് എന്നറിയപ്പെട്ടത്. ഷാലമീൻ്റെ മരണത്തോടെ ഫ്രാങ്കിഷ് എംപയർ അധപതിക്കാൻ തുടങ്ങി. അടുത്ത ടോപ്പിക്കാണ് ദ അറബ് എംപയർ. അടുത്തത് അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അറേബ്യൻ സാമ്രാജ്യം. അറബ്സ് മെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു ദ മിഡീവൽ വേൾഡ്. മുഹമ്മദ്, ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, വാസ് ദ ഹെഡ് ഓഫ് ദി അറബ് സ്റ്റേറ്റ്. അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡായിരുന്നു പ്രോഫറ്റ് മുഹമ്മദ്. After the death of Prophet Muhammad in 632 CE, Arabia was ruled by the caliphs. 632 CEയിൽ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മരണശേഷം അറേബ്യ ഭരിച്ചിരുന്നത് ഖലീഫമാരാണ്. ഡ്യൂറിംഗ് their reign, the Arab Empire was very vast, which included regions from Asia Minor to the Arabian Sea. അക്കാലത്ത് അറേബ്യ ഏഷ്യ മൈനർ തൊട്ട് അറേബ്യൻ സീ വരെ വ്യാപിച്ചു കിടന്നു. ദെയർ ക്യാപിറ്റൽ വാസ് മെഡീന. പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അറേബ്യ ഭരിച്ചിരുന്നത് ഖലീഫമാരാണ്. അക്കാലത്ത് ക്യാപിറ്റൽ മെഡീനയായിരുന്നു. ആഫ്റ്റർ ദ ഏർലി കാലിഫ്സ്, അറേബ്യ വാസ് റൂൾഡ് ബൈ ദി ഉമയ്യദ് ഡൈനസ്റ്റി. ഖലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ച രാജവംശമാണ് ഉമയ്യദ് ഡൈനസ്റ്റി, ഉമയ്യദ് രാജവംശം. They introduced centralized administration in Arabia. The gold coin dinar and the silver coin dirham were issued by the Umayyads. സ്വർണ്ണ നാണയമായ ദിനാറും സിൽവർ കോയിനായ ദിർഹമും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഉമയ്യദ്സിൻ്റെ കാലത്താണ്. Their capital was Damascus. ഉമയ്യദ്സിൻ്റെ ക്യാപിറ്റലായിരുന്നു ഡമാസ്കസ്. ഉമയ്യദ്സിന് ശേഷം അറേബ്യ ഭരിച്ചത് അബ്ബാസിഡ്സ് ആണ്. After the Umayyads, the Abbasids became the rulers. During the period of Abbasids, the capital was shifted to Baghdad. അബ്ബാസിയ ഭരണകാലത്ത് ക്യാപിറ്റൽ ബാഗ്ദാദ് ആയിരുന്നു. അബ്ബാസിദ് ഡൈനസ്റ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളറായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഹാറൂൺ അൽ റഷീദാണ് ഫേമസ് ആയ എംപറർ. He implemented hospitals in Arabia for the ഫസ്റ്റ് ടൈം. ആദ്യമായി അറേബ്യയിൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് അണ്ടർ ഇസ്ലാമിക് റൂൾസ്. റൂൾ ഓഫ് ലോ വാസ് സ്ട്രിക്ട്ലി ഒബ്സർവ്ഡ്. പീപ്പിൾ were free to travel anywhere in the country. He established contacts with the Holy Roman Empire and sent ambassadors to the palace of ഷാലമീൻ. അപ്പോൾ ഹാറൂൺ അൽ റഷീദിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്. He established hospitals.
Judicial administration was under Islamic rules. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇസ്ലാമിക് നിയമപ്രകാരമായിരുന്നു. റൂൾ ഓഫ് ലോ വാസ് സ്ട്രിക്ട്ലി ഒബ്സർവ്ഡ്. നിയമം വളരെ കർക്കശമായി പിന്തുടർന്നിരുന്നു. പീപ്പിൾ വെർ ഫ്രീ ടു ട്രാവൽ എനിവെയർ ഇൻ ദ എംപയർ വിത്തൗട്ട് ഫിയർ. ജനങ്ങൾക്ക് ഭയം കൂടാതെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹാറൂൺ അൽ റഷീദിൻ്റെ വെൽഫെയർ മെഷേഴ്സ്. കൂടാതെ ഹി എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടാക്ട് വിത്ത് ഹോളി റോമൻ എംപയർ. വിശുദ്ധ റോമ സാമ്രാജ്യവുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും ഷാലമീൻ്റെ കൊട്ടാരത്തിലേക്ക് അംബാസഡേഴ്സിനെ അയക്കുകയും ചെയ്തു. അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ദ റീജിയൻ ഇൻക്ലൂഡിംഗ് ഇറാൻ, ഇറാഖ് ആൻഡ് സൗദി അറേബ്യ ആർ കോൾഡ് അറേബ്യൻ എംപയർ. 3 പ്രദേശങ്ങളാണ് വരുന്നത്: ഇറാൻ, ഇറാഖ് ആൻഡ് സൗദി അറേബ്യ. ലീഡർ ഓഫ് അറബ് സ്റ്റേറ്റ്സ് വാസ് പ്രോഫറ്റ് മുഹമ്മദ്. ആദ്യത്തെ ലീഡർ പ്രോഫറ്റ് മുഹമ്മദ് ആയിരുന്നു. CE 632 പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചതിന് ശേഷം അറേബ്യൻ എംപയർ ഭരിച്ചത് ഖലീഫമാരാണ്. അക്കാലത്ത് ക്യാപിറ്റൽ മെഡീന ആയിരുന്നു. ഖലീഫമാർക്ക് ശേഷം വന്ന ഡൈനസ്റ്റിയാണ് ഉമയ്യദ് ഡൈനസ്റ്റി. ദേ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ദേ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഗോൾഡ് കോയിൻസ്, ദിനാർ ആൻഡ് സിൽവർ കോയിൻ, ദിർഹംസ്. ഉമയ്യദ് ഡൈനസ്റ്റിയുടെ കാലത്ത് ക്യാപിറ്റൽ ഡമാസ്കസ് ആണ്. അതിനുശേഷം അബ്ബാസിദ് ഡൈനസ്റ്റി വന്നു. അക്കാലത്ത് ക്യാപിറ്റൽ ബാഗ്ദാദ് ആയിരുന്നു. അബ്ബാസിദ് ഡൈനസ്റ്റിയിലെ പ്രശസ്തനായ റൂളറായിരുന്നു ഹാറൂൺ അൽ റഷീദ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ഐക്കണിൽ അമർത്തുക. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്: ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹോസ്പിറ്റൽ ഇൻ അറേബ്യ ഫോർ ദ ഫസ്റ്റ് ടൈം. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാംസ്. The rule of law was strictly observed. The people were free to travel anywhere in the empire. He established contact with the Holy Roman Empire and sent ambassadors to the palace of Charlemagne. അറേബ്യൻ എംപയർ വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ അറേബ്യൻ എംപയർ വരെയാണ് പറഞ്ഞു നിർത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ ഒട്ടോമൻ എംപയർ മുതൽ കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.